ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് സൂപ്പർ താരം സൂര്യയുടെ അത്യുഗ്രൻ കുതിപ്പ് തുടരുന്നത്. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തിയ ഏറ്റവും പുതിയ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് കറുപ്പ് ആഗോളതലത്തിൽ റെക്കോർഡ് കളക്ഷനിലേക്ക് കുതിക്കുകയാണ്. സമീപകാലത്ത് തിയേറ്ററുകളിൽ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം സൂര്യയ്ക്ക് വലിയൊരു ആശ്വാസവും ശക്തമായ തിരിച്ചുവരവുമാണ് ഈ ചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഞെട്ടിക്കുന്ന തുകയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിവരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിക്കാൻ കറുപ്പിന് സാധിച്ചിട്ടുണ്ട്. സൂര്യ എന്ന സ്റ്റാറിന്റെ ബോക്സ് ഓഫീസ് മൂല്യം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക കളക്ഷൻ കണക്കുകൾ. സമീപകാല തിരിച്ചടികൾക്ക് ശേഷം ബോക്സ് ഓഫീസിലെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് താരം നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലും വിദേശ മാർക്കറ്റുകളിലും ഒരുപോലെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്ത ഈ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 161 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായി വാരിക്കൂട്ടിയത്. ഇതിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 110 കോടി ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള ചിത്രത്തിന്റെ നേട്ടം 51 കോടി രൂപയാണ്. ചിത്രത്തിന്റെ വിജയത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് തമിഴ്നാട്ടിലെ തിയേറ്ററുകളാണ്. അവയിടത്തെ കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ ചിത്രത്തിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഞെട്ടിക്കുന്ന 80 കോടി രൂപയുടെ കളക്ഷനാണ് കറുപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിയേറ്റർ കളക്ഷന് പുറമെ റിലീസിന് മുൻപും പിൻപുമായി നടന്ന ബിസിനസ്സുകളിലൂടെയും ചിത്രം കോടികളാണ് കൊയ്തതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ഡിജിറ്റൽ OTT അവകാശങ്ങൾ ആഗോള OTT ഭീമന്മാരായ നെറ്റ്ഫ്ലിക്സ് വൻ തുകയ്ക്ക് സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് പ്രക്ഷേപണ അവകാശം പ്രമുഖ ചാനലായ സി തമിഴാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്റർ റൺ അവസാനിച്ച ശേഷമായിരിക്കും OTT ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിക്കുക. കറുപ്പ് എന്ന സിനിമ ഇത്ര വലിയൊരു കളക്ഷൻ റെക്കോർഡിലേക്ക് കുതിക്കാൻ കാരണം തിയേറ്ററുകളിൽ അത് സമ്മാനിക്കുന്ന മാസ് എന്റർടൈൻമെന്റ് മാത്രമല്ല, മറിച്ച് ചിത്രത്തിലെ വമ്പൻ താരനിരയും പ്രേക്ഷകർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ഒത്തുചേരലും കൂടിയാണ്. തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രിയ ജോഡികളിലൊന്നായ സൂര്യയും തൃഷാകൃഷ്ണനും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരുമിച്ച് ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നത് എന്നത് സിനിമ പ്രഖ്യാപിച്ചതു മുതൽക്കേ ആരാധകരിൽ വലിയ ആവേശം ഉണ്ടാക്കിയിരുന്നു. ഇരുവരുടെയും മുൻകാല ഹിറ്റ് ചിത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഫ്രഷായ ഒരു മാസ് മേക്ക് ഓവറിലാണ് കറുപ്പ് ഈ താരജോഡികളെ തിയേറ്ററുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ക്രീനിലെ അവരുടെ കെമിസ്ട്രി തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണവും. തമിഴ് താരങ്ങൾക്ക് പുറമെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു വലിയ താരനിരയെയാണ് സംവിധായകൻ RJ ബാലാജി ചിത്രത്തിനായി അണിനിരത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളുമായി മലയാളികളുടെ പ്രിയതാരം ഇന്ദ്രൻസ്, സ്വാസിക, ശിവദ, അനഘ മായ രവി എന്നിവർ എത്തുന്നുണ്ട്. അവരെ കൂടാതെ തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ നടന്മാരായ നാട്ടി, സുപ്രീത് റെഡ്ഡി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. താരങ്ങളുടെ പ്രകടനത്തിനൊപ്പം തന്നെ ചിത്രത്തിലെ സാങ്കേതിക വശവും തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ദൃശ്യവിരുന്ന് ഒരുക്കുന്നതിന് സഹായമായിട്ടുണ്ട്. നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ തരംഗമായി മാറിയ യുവ സംഗീത പ്രതിഭ സായി അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ GK വിഷ്ണു ദൃശ്യങ്ങൾ ഒരുക്കുമ്പോൾ കലൈവാനൻ എഡിറ്റും നിർവഹിക്കുന്നു. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സ്റ്റണ്ട് കോർഡിനേറ്റർമാരായ അൻബറിവ്, വിക്രം മോർ ജോഡികളാണ്. അവാർഡ് ജേതാവായ അരുൺ വെഞ്ഞാറമോണിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും ചിത്രത്തിന്റെ വലിപ്പം കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു മികച്ച കൊമേഴ്ഷ്യൽ പാക്കേജുമായി തിയേറ്ററുകളിലേക്ക് എത്തിയാൽ തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിനെ എങ്ങനെ ഇളക്കി മറിക്കാമെന്ന് കറുപ്പ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ സൂര്യ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുൻപ് റിലീസ് ചെയ്ത ചില സിനിമകൾക്ക് തിയേറ്ററിൽ പ്രതീക്ഷിച്ച ചലനം സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഈ വമ്പൻ വിജയം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. റിലീസ് ചെയ്ത ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ 161 കോടി രൂപ വാരിക്കൂട്ടിയ ചിത്രം നിലവിലുള്ള കളക്ഷൻ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ 200 കോടി ക്ലബിലേക്ക് സുഖമായി കടക്കുമെന്നാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒരു നടനെന്ന നിലയിൽ മാത്രമല്ല, ബോക്സ് ഓഫീസിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ബ്രാൻഡായി സൂര്യ വീണ്ടും മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തിയേറ്ററുകളിലെ ഈ ജനത്തിരക്ക്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സി തമിഴും ഡിജിറ്റൽ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സും വൻ തുകയ്ക്ക് സ്വന്തമാക്കിയെന്ന വാർത്തകൾ കൂടിയാകുമ്പോൾ കറുപ്പൊരു സമ്പൂർണ്ണ സാമ്പത്തിക വിജയമായി മാറിക്കഴിഞ്ഞു. RJ ബാലാജിയുടെ മികച്ച മേക്കിങ്ങും തൃശയുമായുള്ള 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള കോംബോയും അൻബറിവ് ഒരുക്കിയ ഹൈ ലെവൽ ആക്ഷൻ രംഗങ്ങളും മലയാളികളടക്കമുള്ള വമ്പൻ താരനിരയുടെ സാന്നിധ്യവുമെല്ലാം ചിത്രത്തിന്റെ മാറ്റുകൂട്ടി. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 80 കോടിയോളം സ്വന്തമാക്കിയ കുതിപ്പ് തെന്നിന്ത്യൻ സിനിമയിൽ വീണ്ടും സൂര്യയുടെ അപ്രമാദിത്യം ഉറപ്പിക്കുന്ന ഒന്നാണ്. ഇതോടെ വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റുകൾക്കും സിനിമാ വിപണിയിൽ വൻ ബിസിനസ് സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്.